രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ പോരാട്ടത്തിന് കേരളം വേദിയാകും. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങലിൽ വി മുരളീധരൻ, തൃശൂരിൽ പ്രതീക്ഷിച്ചതുപോലെ സുരേഷ് ഗോപി. ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റും, അതിന് പിന്തുണ ജനങ്ങൾ നൽകും. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും പാലക്കാട് സി കൃഷ്ണകുമാറും കോഴിക്കോട് എം ടി രമേശും സ്ഥാനാർത്ഥികൾ. മലപ്പുറത്ത് ഡോക്ടർ അബ്ദുൽ സലാം, പൊന്നാനി നിവേദിത സുബ്രഹ്മണ്യൻ, വടകര പ്രഫുൽ കൃഷ്ണൻ, കാസർഗോഡ് എം എൽ അശ്വിനി, കണ്ണൂർ സി രഘുനാഥ് എന്നിവർ മത്സരിക്കും. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കാനില്ല. മത്സര രംഗത്ത് ഞാൻ കഴിഞ്ഞ തവണ മത്സരിച്ച പത്തനംതിട്ടയിൽ മത്സരിക്കാനില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചതാണ്. അവരത് പൂർണ്ണമായിട്ടും സ്വീകരിച്ചു. പത്തനംതിട്ടയിൽ പരിഗണിക്കപ്പെടാതെ പോയ പി സി ജോർജ് അതൃപ്തി പരസ്യമാക്കി. ശ്രമകരമെന്ന് മാത്രമല്ല, വലിയ ടഫാണ്. കാരണം ഈ ആളെ പരിചയപ്പെടുത്തി കൊടുക്കണം ജനങ്ങൾക്ക്. അതാണ്, ആളെ അറിയില്ലല്ലോ, കേരളമായിട്ടൊരു ബന്ധമില്ല. പിന്നെ ഒരു ഗുണമുണ്ട്, എ കെ ആന്റണിയുടെ മകൻ. പക്ഷേ എ കെ ആന്റണി കോൺഗ്രസ്, എ കെ ആന്റണിയുടെ പിന്തുണയില്ലാത്ത അപ്പൻ്റെ പിന്തുണയില്ല മകൻ എന്നുള്ളതാണ് പ്രശ്നം. എ കെ ആന്റണി പരസ്യമായിട്ട് ഇറങ്ങി പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ടായിരുന്നു. 8 സീറ്റുകളിലാണ് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. ഇതിൽ 4 BDJS നൽകിയേക്കും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.